നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു ജോബ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. 2026 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രൊബേഷണറി ഓഫീസർ റിക്രൂട്ട്മെന്റ് വിജ്ഞാപനം സർക്കാർ ബാങ്കിംഗ് മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്കുള്ള ഏറ്റവും വലിയ അവസരമാണ്. SBA PO എന്നത് ഇന്ത്യയിലെ ഏറ്റവും അഭിമാനകരമായ ബാങ്കിംഗ് ജോലികളിൽ ഒന്നാണ്. മികച്ച ശമ്പളം, തൊഴിൽ സുരക്ഷ, പ്രൊമോഷൻ സാധ്യതകൾ, സാമൂഹിക അന്തസ് എന്നിവയെല്ലാം ഈ ജോലിയുടെ പ്രത്യേകതയാണ്. വിജ്ഞാപനത്തിലെ എല്ലാ വിവരങ്ങളും, യോഗ്യതാ മാനദണ്ഡങ്ങൾ, പ്രധാന തീയതികൾ, ഒഴിവുകളുടെ എണ്ണം, പരീക്ഷാ രീതി, സിലബസ്, അപേക്ഷാ ഫീസ്, അപേക്ഷാ പ്രക്രിയ, തയ്യാറെടുപ്പ് തന്ത്രങ്ങൾ എന്നിവ ഈ വീഡിയോയിലൂടെ വിശദമായിട്ട് പരിശോധിക്കാം. SBA PO 2026 വിജ്ഞാപന പ്രകാരം പ്രൊബേഷണറി ഓഫീസർ തസ്തികയിലേക്കുള്ള ഒഴിവുകൾ രാജ്യവ്യാപകമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൃത്യമായി ഒഴിവുകളുടെ എണ്ണം ഓൺലൈൻ അപേക്ഷ ആരംഭിക്കുമ്പോൾ ഔദ്യോഗികമായി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. SC ST OBC EWS പൊതുഭാഗം എന്നിവർക്ക് സംവരണം ബാധകമാണ്. ഭിന്നശേഷിക്കാർക്കും എക്സ് സർവീസ്മാൻമാർക്കും പ്രത്യേക സംവരണമുണ്ട്. 2026 റിക്രൂട്ട്മെന്റിൽ പുതുതായി വിദ്യാർത്ഥികൾക്ക് പ്രാദേശിക ഭാഷാ യോഗ്യതയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ അപേക്ഷിക്കുന്നവർക്ക് മലയാള ഭാഷാ പ്രാവീണ്യം അഭിമുഖത്തിന് ഗുണകരമാണ്. കേരളത്തിൽ അപേക്ഷിക്കുന്നവർക്ക് മലയാള ഭാഷാ പ്രാവീണ്യം ഇന്റർവ്യൂവിന് ഗുണകരമാണ്. യോഗ്യതാ മാനദണ്ഡങ്ങളിൽ പ്രായപരിധിയാണ് ഏറ്റവും പ്രധാനം. 2026 ജനുവരി 1 കണക്കാക്കി 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. SC ST വിഭാഗക്കാർക്ക് 5 വർഷത്തെ ഇളവ് ലഭിക്കും. OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെ ഇളവ് ലഭിക്കും. ഭിന്നശേഷിക്കാർക്ക് 10 വർഷം വരെ, എക്സ് സർവീസ്മാൻമാർക്ക് സർവീസ് കാലയളവ് കൂടാതെ 3 വർഷം വരെ ഇളവ് ലഭിക്കും. പ്രായം തെളിയിക്കാൻ SSLC ബുക്ക് അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് നൽകണം. ഇനി വിദ്യാഭ്യാസ യോഗ്യത പരിശോധിക്കാം. വിദ്യാഭ്യാസ യോഗ്യതയായി ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബിരുദം നിർബന്ധമാണ്. ഏത് വിഷയത്തിൽ ബിരുദം എടുത്തവർക്കും അപേക്ഷിക്കാം. ഫൈനൽ ഇയർ ബിരുദ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. പക്ഷേ ഇന്റർവ്യൂ നടക്കുമ്പോഴേക്കും ബിരുദ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, ഡിപ്ലോമ എന്നിവ മതിയാകില്ല. മാർക്കിന്റെ കുറഞ്ഞ ശതമാനം വിജ്ഞാപനത്തെ നിർദ്ദേശിച്ചിട്ടില്ലെങ്കിലും ജനറൽ EWS വിഭാഗത്തിന് 60%, SC ST OBC വിഭാഗത്തിന് 55% ഉണ്ടായിരിക്കുന്നത് മെറിറ്റ് ലിസ്റ്റിൽ മുൻതൂക്കം നൽകും. അപേക്ഷ ഫീസ് ജനറൽ EWS OBC വിഭാഗക്കാർക്ക് 750 രൂപയാണ്. SC ST ഭിന്നശേഷിക്കാർക്ക് ഫീസ് ഇല്ല. ഓൺലൈനായി ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിംഗ്, UPI വഴി ഫീസ് അടയ്ക്കാം. ഫീസ് അടച്ച ശേഷം മാത്രം അപേക്ഷ അന്തിമമാകും. ഫീസ് ഒരിക്കൽ അടച്ചാൽ തിരികെ ലഭിക്കില്ല. SBA PO തെരഞ്ഞെടുപ്പ് പ്രക്രിയ 3 ഘട്ടങ്ങളായിട്ടാണ്. ഒന്നാമത്തെ ഘട്ടം പ്രിലിമിനറി പരീക്ഷ, രണ്ടാമത്തെ ഘട്ടം മെയിൻ പരീക്ഷ, മൂന്നാമത്തെ ഘട്ടം സൈക്കോമെട്രിക് ടെസ്റ്റ്, ഗ്രൂപ്പ് എക്സസൈസ്, അഭിമുഖം. പ്രിലിമിനറി പരീക്ഷയിൽ യോഗ്യത നേടുന്നവർക്ക് മാത്രമേ മെയിൻ പരീക്ഷ എഴുതാൻ കഴിയൂ. മെയിൻ പരീക്ഷയിലും യോഗ്യത നേടണം. മെയിൻ പരീക്ഷയിലെ മാർക്കും ഇന്റർവ്യൂയിലെ മാർക്കും കൂട്ടിയാണ് അന്തിമ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. പ്രിലിമിനറി പരീക്ഷ 100 മാർക്കിന്റെ ഒബ്ജക്റ്റീവ് ടെസ്റ്റാണ്. 1 മണിക്കൂർ സമയം, 3 ഭാഗങ്ങളുണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 30 ചോദ്യങ്ങൾ, 30 മാർക്ക്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 35 ചോദ്യങ്ങൾ, 35 മാർക്ക്. റീസണിംഗ് എബിലിറ്റി 35 ചോദ്യങ്ങൾ, 35 മാർക്ക്. ഓരോ ഭാഗത്തിനും വെവ്വേറെ കട്ട് ഓഫ് ഉണ്ട്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഓരോ തെറ്റായ ഉത്തരത്തിനും 0.25 മാർക്ക് കുറയും. പ്രിലിമിനറി പരീക്ഷയുടെ മാർക്ക് അന്തിമ റാങ്കിന് പരിഗണിക്കില്ല, യോഗ്യത നേടാനായി മാത്രമാണ്. ഇനി മെയിൻ പരീക്ഷ 200 മാർക്കിന്റെ ഒബ്ജക്റ്റീവ് ടെസ്റ്റും 50 മാർക്കിന്റെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റും അടങ്ങുന്നതാണ്. ഒബ്ജക്റ്റീവ് ടെസ്റ്റിൽ 3.5 മണിക്കൂർ സമയം, 4 ഭാഗങ്ങളുണ്ട്. റീസണിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് 45 ചോദ്യങ്ങൾക്ക് 60 മാർക്കും. ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ 35 ചോദ്യങ്ങൾ, 60 മാർക്കും. ജനറൽ എക്കണോമി, ബാങ്കിംഗ് അവയർനെസ് 40 ചോദ്യങ്ങൾ, 40 മാർക്കും. ഇംഗ്ലീഷ് ലാംഗ്വേജ് 30 ചോദ്യങ്ങൾ, 40 മാർക്കും. ഓരോ ഭാഗത്തിനും വെവ്വേറെ ടൈം ലിമിറ്റ് ഉണ്ട്. നെഗറ്റീവ് മാർക്കിംഗ് പ്രിലിമിനറി പോലെ തന്നെ. ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിൽ 30 മിനിറ്റ് സമയം. ലെറ്റർ റൈറ്റിംഗ് 10 മാർക്ക്. എസ്സേ റൈറ്റിംഗ് 40 മാർക്ക്. ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് എഴുതണം, ഇംഗ്ലീഷിൽ മാത്രമാണ്. മെയിൻ പരീക്ഷയിൽ യോഗ്യത നേടുന്നവരെ സൈക്കോമെട്രിക് ടെസ്റ്റ്, ഗ്രൂപ്പ് എക്സസൈസ്, അഭിമുഖം എന്നിവയ്ക്ക് വിളിക്കും. സൈക്കോമെട്രിക് ടെസ്റ്റ് ഉദ്യോഗാർത്ഥിയുടെ മാനസിക നിലയും വ്യക്തിത്വവും പരിശോധിക്കുന്നു. ഗ്രൂപ്പ് എക്സസൈസിൽ 20 മാർക്ക്. നൽകിയ വിഷയം ഗ്രൂപ്പായി ചർച്ച ചെയ്യണം. അഭിമുഖത്തിന് 30 മാർക്ക്. വ്യക്തിത്വം, ആശയവിനിമയ കഴിവ്, ബാങ്കിംഗ് അവബോധം,
നിലവിലെ കാര്യങ്ങൾ എന്നിവയെല്ലാം അഭിമുഖത്തിൽ പരിശോധിക്കും. 300-ൽ അന്തിമ റാങ്ക് തയ്യാറാക്കും. അപേക്ഷാ പ്രക്രിയ പൂർണ്ണമായി ഓൺലൈനായാണ്. spa.co.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ പോയി കരിയർ സെക്ഷനിൽ SBI PO 2026 ലിങ്ക് ക്ലിക്ക് ചെയ്യണം. പുതിയ രജിസ്ട്രേഷൻ നടത്തി യൂസർ ഐഡിയും പാസ്വേഡും ലഭിക്കും. ഇനി ശമ്പളവും ആനുകൂല്യങ്ങളും കാണാം. ശമ്പളവും ആനുകൂല്യങ്ങളും വളരെ ആകർഷകമാണ്. ബേസിക് ശമ്പളം 48,480 രൂപ മുതൽ 85,520 രൂപ വരെ. DA HRI, DA മെഡിക്കൽ ആനുകൂല്യം, ഹൗസിംഗ് ലോൺ സബ്സിഡി, പെൻഷൻ, പ്രോവിഡന്റ് ഫണ്ട് എന്നിവ കൂടി ചേർന്നാൽ ആകെ ശമ്പളം 85,000 രൂപ മുതൽ 1,00,000 രൂപ വരെ ആകും. പ്രൊബേഷൻ കാലം 2 വർഷമാണ്. പ്രൊബേഷൻ കഴിഞ്ഞ് സ്ഥിര ജോലി ലഭിക്കും. പ്രൊബേഷൻ വഴി ചീഫ് മാനേജർ, ജനറൽ മാനേജർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ വരെ ഉയരാം. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.